എന്താണ് ഈ ബാലൻ ഡിയോർ അവാർഡ്? എന്നു മുതലാണ് ഈ ബാലൻ ഡിയോർ അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത്? എന്തൊക്കെയാണ് ഈ ബാലൻ ഡിയോർ അവാർഡിന് പരിഗണിക്കാനുള്ള കാരണങ്ങൾ? ആർക്കൊക്കെ ഈ വർഷത്തെ ബാലൻ ഡിയോർ അവാർഡ് കൊടുക്കുന്നതിന് പരിഗണിക്കുന്നുണ്ട്? നമുക്ക് ചർച്ച ചെയ്യാം. വെൽക്കം ടു ദ വീഡിയോ. ബാലൻ ഡിയോർ എന്ന് പറയുന്നത് ഫ്രഞ്ച് വാർത്താ മാഗസിനായ ഫ്രാൻസ് ഫുട്ബോൾ എല്ലാ വർഷവും ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന പുരസ്കാരമാണ്. ഫുട്ബോളിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രശസ്തവുമായ വ്യക്തിഗത പുരസ്കാരവുമായി ഇതിനെ കണക്കാക്കുന്നു. എന്ന് മുതലാണ് ഇത് കിട്ടിത്തുടങ്ങിയത് നമുക്ക് നോക്കാം. 1956 മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത്. ഇംഗ്ലീഷ് ഇതിഹാസ താരം സ്റ്റാൻലി മാത്യൂസിനാണ് ഈ അവാർഡ് ആദ്യമായി നൽകിയത്. യൂറോപ്പ് ഭരിക്കുന്ന ഗോളടി വീരന്മാരും മധ്യനിരയിലെ മാസ്റ്റർ മൈൻഡുകളും പിന്നെ ലോകത്തെ ഞെട്ടിച്ച 19 വയസ്സുകാരനായിട്ടുള്ള ഫുട്ബോളർമാർ വരുമ്പോൾ ഇത്തവണ ആര് വീരും ആര് വാരും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിസ്റ്റിലെ ആദ്യ താരം റയൽ മാഡ്രിഡിന്റെ കിലിയൻ എംബാപ്പെ. ലാലിഗയിലും ചാമ്പ്യൻസ് ലീഗിലും റയലിനായി ഗോൾ വേട്ട തുടരുന്ന എംബാപ്പെ വലിയ മത്സരങ്ങളിൽ കളിയുടെ ഗതി നിർണ്ണയിക്കാൻ കെൽപ്പുള്ള കളിക്കാരനാണ്. ഫ്രാൻസിന്റെ ദേശീയ ടീമിനായി അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ 10 ഗോൾ അടിച്ച് എംബാപ്പെ ഗോൾഡൻ ബോൾ അവാർഡും നേടിയിട്ടുണ്ട്. രണ്ടാമത്തെ താരം ഫുട്ബോളിന്റെ ഗെയിം ചേഞ്ചറായ റോഡ്രിയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിലെ സ്പെയിനിലെയും എഞ്ചിൻ റൂം എന്ന് വിളിക്കുന്ന താരമാണ് റോഡ്രി. ഡിഫൻഡീവ് മിഡ്ഫീൽഡിൽ കളി നിയന്ത്രിക്കാനും നിർണായക നിമിഷങ്ങളിൽ ലോങ് റേഞ്ചുകളിലൂടെ ഗോൾ കണ്ടെത്താനുമുള്ള കഴിവാണ് റോഡ്രിയെ വേറിട്ട് നിർത്തുന്നത്. കളി ജയിക്കാൻ ഗോളുകൾ മാത്രം പോരാ, റോഡ്രിയെ പോലെ ഒരു മാസ്റ്റർ മൈൻഡും വേണമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമൻ 19-ാം വയസ്സിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന യാമിൻ യമാൽ തന്നെയാണ്. ബാഴ്സലോണയ്ക്ക് വേണ്ടിയും സ്പെയിനു വേണ്ടി ലോകകപ്പിലും കാഴ്ചവെച്ച ഫോം ഈ യുവതാരത്തെ ഫുട്ബോളിലെ ഏറ്റവും വലിയ അറ്റാക്കിംഗ് ത്രെട്ടായി മാറ്റിയിരിക്കുന്നു. മെസ്സിക്കും റൊണാൾഡോയ്ക്കും ശേഷം ഏറ്റവും വലിയ വണ്ടർ കിഡാണ് യാമിൻ യമാൽ എന്നാണ് എല്ലാവരും പറയുന്നത്. നാലാമതായി പറയാൻ പോകുന്നത് ബയൺ മ്യൂണിക്കിന്റെ ഗോളടി യന്ത്രം ഹാരി കെയ്ൻ ആണ്. സീസണിൽ 60-ലധികം ഗോളുകൾ അടിച്ച് യൂറോപ്പിലെ ബെസ്റ്റ് സ്കോർ വേട്ടക്കാരനാണ് കെയ്ൻ. ഇംഗ്ലണ്ടിന് വേണ്ടിയും തകർപ്പൻ ഫോമിലാണ്. തന്നിലെ പ്യുവർ നമ്പർ 9 സ്ട്രൈക്കറെ ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കെയ്ൻ. അഞ്ചാമൻ സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. 39-ാം വയസ്സിൽ കളിക്കളത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഗോട്ട്. ഇന്റർ മിയാമിയിൽ ജയത്തിലേക്ക് നയിക്കുന്നതിനോടൊപ്പം അർജന്റീനയ്ക്കായി തന്ത്രപ്രധാനമായ കളി പുറത്തെടുക്കുന്ന മെസ്സിക്ക് 9ാം ബാലൻ ഡിയോർ സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. റോഡ്രിയുടെ മിഡ്ഫീൽഡോ എംബാപ്പയുടെ വേഗമോ അതോ കെയ്ന്റെ ഗോളടിയോ? നിങ്ങളുടെ കണക്കുകൂട്ടലിൽ 2026-ലെ ബാലൻ ഡിയോർ ആർക്കൊപ്പമാണ്? താഴെ കമന്റ് ചെയ്യൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.